നമസ്കാരം കൂട്ടുകാരെ, 2017 പുറത്തിറങ്ങിയ ചലച്ചിത്രം 24 Hours to Liveന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലെ വിജനമായ ഒരിടത്തുകൂടെ മുന്നോട്ടു പോകുന്ന ഇന്റർപോൾ വാഹനവ്യൂഹത്തെ കാണിച്ചുകൊണ്ടാണ്. ഇന്റർപോൾ ഏജന്റായ ലിൻ എന്ന സ്ത്രീ സാക്ഷിയായ ഒരു വ്യക്തിയെ സുരക്ഷിതമായ ഒരിടത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കീത്ത് സെറ എന്നാണ് അയാളുടെ പേര്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവത്തിന്റെ ഒരേ ഒരു വിറ്റ്നസും മാപ്പ് സാക്ഷിയുമാണ് അയാൾ. പക്ഷെ അവർ സഞ്ചരിച്ച വാഹനവ്യൂഹം കോങ്കോ ബോർഡറിൽ വെച്ച് പെട്ടെന്ന് ആക്രമിക്കപ്പെടുകയാണ്. വലിയൊരു ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത്. ഏറ്റുമുട്ടലിൽ ലിൻ ഒഴികെയുണ്ടായിരുന്ന ബാക്കി ഓഫീസേഴ്സ് ഒക്കെയും കൊല്ലപ്പെട്ടു. പരിക്കേറ്റിരുന്നെങ്കിലും ലിൻ വിദഗ്ധമായി കീത്ത് സെറയെയും രക്ഷപ്പെടുത്തി അവിടെ നിന്ന് വണ്ടിയെടുത്തു പോവുകയാണ്. ഇതേസമയം മറ്റൊരിടത്ത് ട്രാവിസ് എന്ന പേരുള്ള ഒരു യുവാവിനെ നമ്മൾ പരിചയപ്പെടുന്നു. ട്രാവിസ് എന്ന തന്റെ അമ്മായിപ്പം ഫ്രാങ്കിനൊപ്പം ഫിഷിംഗിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രാവിസിന്റെ ഭാര്യയും മകനും കൊല്ലപ്പെട്ടിട്ട് അന്ന് 1 വർഷം തികഞ്ഞിരിക്കുന്നു. അതിന്റെ ഓർമ്മ ദിവസമാണ്. ട്രാവിസ് മുമ്പൊരു ഹിറ്റ്മാൻ ആയിരുന്നു. പണം വാങ്ങിയ ആളുകളെ ക്രൂരമായി കൊന്നൊടുക്കുന്ന വ്യക്തി. പക്ഷേ കഴിഞ്ഞ 1 കൊല്ലമായി ട്രാവിസ് ഒരു ജോലിക്കും പോയിട്ടില്ല. തന്റെ അമ്മായിയപ്പനൊപ്പം പാസ്റ്റോർത്ത് കുറ്റബോധത്തിലാണ്ട് തന്റെ ജീവിതം മുമ്പോട്ട് തള്ളി നീക്കുകയാണ്. ഫ്രാങ്കും ട്രാവിസും ചേർന്ന് അന്ന് ഭാര്യയുടെയും മകന്റെയും ചിതാഭസ്മം അവിടുത്തെ കടലിൽ നിമജ്ജനം ചെയ്തു. ഫ്രാങ്കിനെ തിരികെ വീട്ടിലെത്തിച്ച ശേഷം ട്രാവിസ് മയക്കുമരുന്ന് വാങ്ങുവാൻ വേണ്ടി അടുത്തുള്ള ഒരു ക്ലബിലേക്ക് പോയി. ആ സമയം തന്നെ പിന്തുടർന്നു വന്നുകൊണ്ടിരുന്ന 2 പേരെ ട്രാവിസ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. വിദഗ്ധമായി അവരെ അവിടെ നിന്ന് ഒരിടത്തേക്ക് എത്തിച്ച ട്രാവിസ് വളരെ പെട്ടെന്ന് തന്നെ തന്റെ സ്കില്ലുകൾ കൊണ്ട് അവരെ ആക്രമിച്ച് താഴെ വീഴ്ത്തി. ആരാണ് അവരെ അയച്ചതെന്നും എന്തിനാണ് ഫോളോ ചെയ്യുന്നത് എന്നും അവരോട് ചോദിച്ചു. തങ്ങൾ റെഡ് മൗണ്ടെയിനിലെ ആളുകളാണെന്നും ട്രാവിസിനെ ജിം കാണണമെന്ന് പറഞ്ഞു എന്നുമായിരുന്നു അവരറിയിച്ചത്. റെഡ് മൗണ്ടെയിൻ എന്നത് ട്രാവിസ് മുമ്പ് ജോലി നോക്കിയിരുന്ന ഹിറ്റ്മാൻ സംഘത്തിന്റെ പേരായിരുന്നു. ജിം അവിടുത്തെ പുതിയ ലീഡറാണ്. തനിക്കതിന് താല്പര്യമില്ലെന്നും താൻ റിട്ടയർഡ് ചെയ്തു എന്നുമായിരുന്നു ട്രാവിസ് മറുപടി പറഞ്ഞത്. അവിടെ നിന്ന് പുറത്തേക്ക് ട്രാവിസ് ഇറങ്ങി വരുമ്പോൾ അതേ ക്ലബിൽ ജിം ഇരിക്കുന്നുണ്ടായിരുന്നു. അതോടെ ജിമ്മിന് അടുത്തുപോയി ട്രാവിസിന് സംസാരിക്കേണ്ടി വന്നു. ജിം ട്രാവിസിന് പുതിയൊരു കോൺട്രാക്ട് കൊടുക്കുകയാണ്. ആദ്യമൊക്കെ ട്രാവിസ് പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും വളരെ ഉയർന്ന തുക ജിം ട്രാവിസിന് വാഗ്ദാനം ചെയ്തതോടെ ട്രാവിസ് അതിന് തലകുലുക്കി. അന്ന് രാത്രിയിൽ ജിമ്മിനൊപ്പം തന്റെ ടാർഗറ്റ് ആരാണ് എന്നത് ട്രാവിസ് പരിശോധിച്ചു. ഇന്റർപോൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കീത്ത് സെറയായിരുന്നു ട്രാവിസിന്റെ ടാർഗറ്റ്. അതായത് ലിൻ സംരക്ഷിച്ചു കൊണ്ടുപോയ അതേ പ്രസണർ തന്നെ. കീത്ത് സെറയും റെഡ് മൗണ്ടെയിനിലെ ഒരു മുൻകാല സോൾജിയറും ഏജന്റും ഒക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ റെഡ് മൗണ്ടെയിനെ ചതിച്ച് റെഡ് മൗണ്ടെയിനെ പറ്റിയുള്ള രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ഇന്റർപോളിന് കൈമാറാനാണ് കീത്ത് സെറ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കീത്ത് സെറയെ ഇല്ലാതാക്കുവാൻ റെഡ് മൗണ്ടെയിൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതും. കീത്തിന് അറിയാവുന്ന രഹസ്യം ഇന്റർപോൾ ഏജന്റായ ലിന്നിനും ഇപ്പോൾ അറിയാമായിരിക്കുമെന്നും അതുകൊണ്ട് അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലിന്നിനെയും കൊന്നു തള്ളിയേക്കാനും ജിം ട്രാവിസിനോട് പറഞ്ഞു. പക്ഷേ ലിന്നിന് ഒരു മകനുണ്ട്. അവരൊരു സിംഗിൾ മദറാണ് എന്ന് കേട്ടതും ട്രാവിസ് അതിനൽപ്പം മടിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതവിടെ അവൻ പ്രകടമാക്കിയില്ല. കഥ അവിടെ നിന്നും ചൈനയിലെ ഹോങ്കോങ്ങിലേക്ക് തിരിയുന്നു. യാത്ര ചെയ്ത് ട്രാവിസ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അന്നൊരു ദിവസം ലിൻ തന്റെ മകൻ ക്രിസ്റ്റഫറുമായി സംസാരിച്ച് വീഡിയോ കോൾ ചെയ്ത് സന്തോഷത്തോടെ കട്ട് ചെയ്തു. ലിൻ ജോലിയുടെ ആവശ്യത്തിനായി മറ്റൊരിടത്തായതുകൊണ്ടായിരുന്നു മകനെ വീഡിയോ കോൾ ചെയ്തത്. അടുത്ത ദിവസം ലിന്നിന്റെ കൂട്ടുകാരൻ എന്ന രീതിയിൽ പരിചയപ്പെടുത്തി ട്രാവിസ് ലിന്നിന്റെ വീട്ടിലേക്കെത്തി. പക്ഷേ അവിടെ ലിൻ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ലിന്നിന്റെ മകനും ലിന്നിന്റെ അമ്മയുമായിരുന്നു. അവർക്ക് മുമ്പിൽ സ്നേഹത്തോടെ അഭിനയിച്ചും പെരുമാറിയും ലിന്നിന്റെ ലൊക്കേഷൻ ട്രാവിസ് മനസ്സിലാക്കി. അതോടെ ജിമ്മിനോട് പറഞ്ഞ് വളരെ പെട്ടെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ട്രാവിസ് അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. കൃത്യസമയത്ത് വിചാരിച്ച പോലെ ലിന്നെത്തുന്ന എയർപോർട്ടിലേക്ക് എത്തിച്ചേരുവാൻ ട്രാവിസിന് സാധിച്ചിരുന്നു. അന്നവൾ ഹോങ്കോങ്ങിലേക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും പറക്കാൻ നിൽക്കുകയായിരുന്നു. മികച്ച ഹാക്കർ കൂടിയായ ട്രാവിസ് ആ സമയം വിദഗ്ധമായ രീതിയിൽ ഫ്ലൈറ്റിന്റെ സമയം ഹാക്ക് ചെയ്തു മാറ്റി. അതോടെ ലിൻ അല്പസമയം കൂടി എയർപോർട്ടിൽ ചിലവിടേണ്ട അവസ്ഥ വന്നു. ആ അവസരം മുതലാക്കി ട്രാവിസ് ചെന്ന് ലിന്നിനെ പരിചയപ്പെടുകയും വിദഗ്ധമായി അവളെ വശീകരിച്ചെടുക്കുകയും ചെയ്തു. സംസാരത്തിനൊടുവിൽ അന്ന് രാത്രിയിൽ ഒന്നിച്ച് ഒരു ഹോട്ടലിൽ തങ്ങുവാൻ അവർ തീരുമാനിച്ചിരുന്നു. ഹോട്ടലിലെത്തി ലിൻ കുളിക്കാൻ കയറിയ സമയത്ത് ലിന്നിന്റെ ഫോണിൽ നിന്നും കീത്ത് സെറ എവിടെയാണുള്ളത് എന്ന ലൊക്കേഷൻ ട്രാവിസ് വിദഗ്ധമായി മനസ്സിലാക്കി. പിന്നാലെ കുളി കഴിഞ്ഞ് ലിൻ ഇറങ്ങി വരുമ്പോൾ അവളെ കൊലപ്പെടുത്താനും ട്രാവിസ് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ലിൻ പുറത്തേക്ക് വന്നതും എന്തുകൊണ്ടോ അതിന് സാധിക്കാതെ ലിന്നിനെ ഒഴിവാക്കി ട്രാവിസ് പുറത്തേക്ക് പോവുകയാണ്. പിറ്റേന്ന് ജിമ്മിനെ വിളിച്ച് കീത്ത് സെറ ഉള്ളയിടത്തേക്ക് പോകുവാൻ വേണ്ടി ട്രാവിസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അതിനെപ്പറ്റി ജിമ്മിനോട് സംസാരിച്ചു നിൽക്കെ ട്രാവിസിനെ ഫോളോ ചെയ്ത് ലിന്നും സംഘവും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അതിനോടകം കീത്ത് സെറയെ കൊല്ലാൻ വന്ന ഒരു ചതിയനാണ് ട്രാവിസ് എന്ന് മനസ്സിലാക്കിയ
നിൽക്കുകയായിരുന്ന ലിൻ ട്രാവിസിനെ കടന്നാക്രമിക്കുകയാണ്. ലിന്നിന്റെ വെടി നെഞ്ചിലേറ്റ് ട്രാവിസ് താഴെ വീണു. ആ ഒരു വീഴ്ചയിൽ തന്റെ ഭാര്യയെയും മകനെയും ഒപ്പം പണ്ട് ജോലി ചെയ്ത ജിമ്മിനെയും ട്രാവിസ് തന്റെ കൺമുമ്പിൽ കണ്ടു. പിന്നീട് ഈ ഹാലൂസിനേഷൻ കണ്ടുകൊണ്ടിരിക്കെ ഒരു സീഷറിൽ ട്രാവിസ് ഞെട്ടിയുണരുകയാണ്. ട്രാവിസ് അപ്പോൾ റെഡ് മൗണ്ടെയിന്റെ ലാബിലായിരുന്നു. എലൻ എന്ന പേരുള്ള റെഡ് മൗണ്ടെയിന്റെ ഡോക്ടർ മരണപ്പെട്ടിരുന്ന ട്രാവിസിനെ പുനർജീവിപ്പിക്കുകയായിരുന്നു. ട്രാവിസ് കുറച്ച് സുഖപ്പെട്ടതും ജിം ട്രാവിസിന്റെ അടുത്തെത്തി. റെഡ് മൗണ്ടെയിന്റെ രഹസ്യ സ്വഭാവമുള്ള ചില പ്രൊസീജിയർ വെച്ച് അവനെ രക്ഷപ്പെടുത്തിയതാണെന്നും കീറ്റ്സറ എവിടെയാണുള്ളത് എന്നും അവനോട് തിരക്കി. പിന്നാലെ അങ്ങോട്ടേക്ക് റെഡ് മൗണ്ടെയിന്റെ ചെയർമാനും പ്രധാന ലീഡറുമായ വെസ്ലർ കടന്നുവരികയാണ്. വെസ്ലറും കീറ്റ്സറ എവിടെയാണുള്ളത് എന്ന് ട്രാവിസിനോട് തിരക്കി. ട്രാവിസ് തനിക്കറിയാവുന്ന ലൊക്കേഷൻ അവർക്ക് പറഞ്ഞുകൊടുത്തു. ഉടൻ തന്നെ വെസ്ലർ ജിമ്മിനടുക്കൽ ആ മിഷൻ അങ്ങ് തീർത്തേരെ, അവനെ കൊന്നു തള്ളിയേരെ, ഒന്നും നോക്കണ്ട എന്നുത്തരവിടുകയാണ്. ജിം ആദ്യം അതിനെ മടിച്ചെങ്കിലും വെസ്ലർ നിർബന്ധിച്ചതോടെ ജിമ്മിന് അത് ഏൽക്കേണ്ടി വരുന്നു. തന്നെ എന്തിനാ ബന്ധിപ്പിച്ചിരിക്കുന്നത്, തന്നെ മോചിപ്പിക്കൂ എന്ന് ട്രാവിസ് ആ സമയം ജിമ്മിനോട് പറഞ്ഞു. അത് പറ്റില്ലെന്നും ഡോക്ടർ വന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കോളും എന്നുമായിരുന്നു ജിം പറഞ്ഞ് അവിടെ നിന്ന് പോയത്. എന്താ കാര്യമെന്ന് ട്രാവിസിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ ട്രാവിസിനെ കൊലപ്പെടുത്താനുള്ള ഇഞ്ചക്ഷനുമായി ഡോക്ടർ അങ്ങോട്ടേക്ക് കടന്നു വന്നു. പക്ഷേ അപ്പോഴേക്കും ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ട്രാവിസ് മോചിതനായി കഴിഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗാർഡിനെ കൊന്ന ട്രാവിസ് ഡോക്ടറെ പിടികൂടി ബന്ദിയാക്കി. എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഡോക്ടർ ഉള്ള കാര്യം ട്രാവിസിനോട് പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ ട്രാവിസ് മരണപ്പെട്ടിരുന്നു. റെഡ് മൗണ്ടെയിന്റെ ഒരു ഇല്ലീഗൽ പ്രൊസീജിയേഴ്സിലൂടെയുള്ള എക്സ്പെരിമെന്റ് ഉണ്ട്. ആ എക്സ്പെരിമെന്റ് വഴിയാണ് ട്രാവിസിനെ പുനരുജ്ജീവിപ്പിച്ചത്. അങ്ങനെ പുനരുജ്ജീവനമെടുത്ത ട്രാവിസിന് 24 മണിക്കൂർ മാത്രമേ ആയുസുള്ളൂ. ട്രാവിസിന്റെ കയ്യിലെ ക്ലോക്ക് പോലെ പ്രവർത്തിക്കുന്ന ടൈം കാണിക്കുന്ന മെഷീനിൽ കൃത്യമായി എത്ര മണിക്കൂർ ട്രാവിസിനെ ജീവിച്ചിരിക്കാൻ സാധിക്കും എന്നത് കാണിക്കപ്പെടും എന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. കീറ്റ്സറയുടെ ലൊക്കേഷൻ വെസ്ലറിനും ജിമ്മിനും വേണമായിരുന്നു. അതിനുവേണ്ടിയാണ് ട്രാവിസിനെ പുനരുജ്ജീവിപ്പിച്ചത് എന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. അത് കേട്ടതും ഡോക്ടറെ ബന്ദിയാക്കിക്കൊണ്ട് ട്രാവിസ് അവിടെ നിന്ന് എതിരാളികളെ കൊലപ്പെടുത്തി രക്ഷപ്പെട്ട് പുറത്തു വരികയാണ്. ഡോക്ടറെ കൊല്ലാതെ മോചിപ്പിക്കുന്ന സമയത്ത് നിങ്ങളെ കൊല്ലാതെ വിടുന്നതിന് പിന്നീട് എന്നെ റിഗ്രറ്റ് ചെയ്യിപ്പിക്കരുത് എന്ന് ട്രാവിസ് പ്രത്യേകം പറയുന്നുണ്ട്. രക്ഷപ്പെട്ട് സുരക്ഷിതനായ ട്രാവിസ് തന്റെ കയ്യിലെ സമയം നോക്കി. അവശേഷിക്കുന്നത് 20 മണിക്കൂർ മാത്രമായിരുന്നു. ട്രാവിസ് ഫ്രാങ്കിന് ഫോൺ ചെയ്തു. ഒരുപക്ഷെ താൻ ഇനി ജീവനോടെ മടങ്ങിയെത്തിക്കില്ല എന്ന കാര്യം ഫ്രാങ്കിനെ അറിയിച്ചു. ഇതേ സമയം മറുവശത്ത് യുണൈറ്റഡ് നേഷൻസിന്റെ ഇന്റർപോൾ സെക്യൂരിറ്റി വിഭാഗവും മറ്റും കീറ്റ്സറയുടെ മൊഴിയെടുക്കുകയായിരുന്നു. തനിക്കറിയാവുന്ന രഹസ്യങ്ങൾ ആ രഹസ്യയിടത്ത് ചേർന്ന യോഗത്തിൽ വെച്ച് കീറ്റ്സറ പറയാൻ തുടങ്ങി. വീഡിയോ ക്യാമറ വെച്ച് അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. റെഡ് മൗണ്ടെയിന്റെ ഭാഗമായി കീറ്റ്സറ കോങ്കോയിൽ ഉണ്ടായിരുന്ന സമയം അവിടുത്തെ ലോക്കൽ റെസിഡൻസിന് വെച്ച് റെഡ് മൗണ്ടെയിൻ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഒരിക്കൽ 70ഓളം മൃതദേഹങ്ങൾ കീറ്റ്സറ കണ്ടു. അവരുടെ കയ്യിലൊക്കെ പ്രത്യേക തരത്തിൽ വാച്ച് പോലെ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ ശരീരത്തിൽ അംഗവൈകല്യങ്ങളും പ്രകടമായിരുന്നു. റെഡ് മൗണ്ടെയിന്റെ നിർദ്ദേശപ്രകാരം അന്ന് അവരുടെ വർക്കറായിരുന്ന അവന് ആ ബോഡികളൊക്കെ കത്തിച്ചു കളയുന്നതിൽ, തെളിവ് നശിപ്പിക്കുന്നതിൽ കൂട്ടുനിൽക്കേണ്ടി വന്നു. ഒടുവിൽ മനം മടുത്ത് കുറ്റബോധം തോന്നിയിട്ടാണ് കീറ്റ്സറ കീഴടങ്ങുന്നതും ഇപ്പോൾ മാപ്പുസാക്ഷിയായിരിക്കുന്നതും. കീറ്റ്സറ മൊഴി നൽകി അതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവിടെ ആക്രമിക്കപ്പെട്ടു. ജിമ്മും സംഘവുമായിരുന്നു ആ ആക്രമണത്തിന്റെ പിന്നിൽ. ശക്തമായ ഷൂട്ടൌട്ടും ഫൈറ്റും അവിടെ അരങ്ങേറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന നിരവധി ഏജന്റുകളും ഓഫീസേഴ്സും ഒക്കെ കൊല്ലപ്പെട്ടു. കീറ്റ്സറയുടെ കാലിലടക്കം വെടിയേറ്റിരുന്നു. ഒരു തരത്തിൽ ലിൻ കീറ്റ്സറയെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നു. ഇതിനിടയിൽ താൻ മൊഴി നൽകിയ മെമ്മറി കാർഡ് സുരക്ഷിതമായി കീറ്റ്സറ തന്റെ കയ്യിലാക്കിയിരുന്നു. ലിന്നും കീറ്റ്സറയും പുറത്തേക്കെത്തിയപ്പോൾ അങ്ങോട്ടേക്ക് അതിനോടകം ട്രാവിസ് വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. കാറുമായി എത്തിയ ട്രാവിസ് അവരോട് കാറിൽ കയറാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ട്രാവിസിനെ കണ്ടതും ശത്രുവാണെന്ന മട്ടിലായിരുന്നു ലിൻ ആദ്യമേ എതിരിടാൻ തുനിഞ്ഞത്. അവർക്ക് മുമ്പിൽ മറ്റു വഴികളില്ലെന്ന് മനസ്സിലായതും ട്രാവിസിനെ വിശ്വസിച്ച് അവർ കാറിൽ കയറുകയാണ്. എന്നാലും ട്രാവിസിന് നേരെ അവർ തോക്ക് ചൂണ്ടിയിരുന്നു. റെഡ് മൗണ്ടെയിൻ തന്നെ ചതിച്ച കാര്യവും മറ്റും ട്രാവിസ് അവരോട് പറഞ്ഞു. ഇതേ സമയം അവരുടെ കാറിനെ റെഡ് മൗണ്ടെയിന്റെ ആളുകൾ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. യാത്രാമധ്യേ ട്രാവിസ് ഒരു കാര്യം കൂടി ചോദിച്ചു. റെഡ് മൗണ്ടെയിനെതിരെ കീറ്റ്സറ എന്താ ചെയ്തത്, അവന്മാരെന്താ നിന്റെ പുറകെ ഇത്ര വെറുപിടിച്ചു വരുന്നേ എന്നായിരുന്നു ആ ചോദ്യം. പക്ഷേ കീത്ത് അതിന് മറുപടി പറഞ്ഞില്ല. ലിന്നും അത് രഹസ്യ സ്വഭാവമുള്ളതാ, അതുകൊണ്ട് പറയരുത് എന്ന് ചട്ടം കെട്ടി. പിന്നീട് നടന്ന ചേസിലും ഷൂട്ടൌട്ടിലും ഒക്കെയായി കീറ്റ്സറ കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ടെങ്കിലും തന്റെ മൊഴിയടങ്ങിയ മെമ്മറി കാർഡ് കീറ്റ്സറ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. അത് ലിന്നിന്റെ കയ്യിൽ കിട്ടി. മറുവശത്ത് ജിമ്മിന്റെ കയ്യിൽ മൊഴി റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്ന് കരുതുന്ന ക്യാമറ എത്തുകയായിരുന്നു. പക്ഷേ അതിൽ മെമ്മറി കാർഡ് ഇല്ലെന്നറിഞ്ഞതും ജിം വല്ലാതെ ക്ഷുഭിതനായി. ജിം പിന്നാലെ ആ കാര്യങ്ങൾ വെസ്ലറോട് റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തു വില കൊടുത്തും മെമ്മറി കാർഡ് കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ ജിമ്മിന്റെ
കുടുംബത്തെയടക്കം ഇല്ലാതാക്കും എന്നും വെസ്ലർ ജിമ്മിനെ ഭീഷണിപ്പെടുത്തി. ആകെ പരിഭ്രാന്തനായ ജിമ്മാകട്ടെ ലിന്നിന്റെ കയ്യിലായിരിക്കും മെമ്മറി കാർഡ് ഉള്ളതെന്ന് ചിന്തിച്ച് അത് കിട്ടുവാൻ ലിന്നിന്റെ മകൻ ക്രിസ്റ്റഫറെ ബന്ദിയാക്കാൻ തീരുമാനിക്കുന്നു. അത്തരത്തിൽ ജിം പ്രവർത്തിക്കുകയും ചെയ്തു. മറുവശത്ത് കീറ്റ്സെറയുടെ ബോഡി ഹാർബറിന്റെ ഒരു ഭാഗത്ത് ട്രാവിസ് സുരക്ഷിതമായി നിക്ഷേപിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തു. പിന്നാലെ ട്രാവിസ് ലിന്നിനടുത്തു വന്ന് തന്റെ കാര്യവും തനിക്കിനി അവശേഷിക്കുന്ന മണിക്കൂറുകളുടെ കാര്യവുമടക്കം എല്ലാ കാര്യങ്ങളും ലിന്നിനോട് വിശദമായി പറഞ്ഞു. അതോടെ ലിൻ ട്രാവിസിനെ വിശ്വസിക്കുകയാണ്. തൊട്ടു പിന്നാലെയായിരുന്നു ലിന്നിന് ജിമ്മിന്റെ കോൾ വന്നത്. അവളുടെ മകനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തെന്നും മെമ്മറി കാർഡ് തിരിച്ചു തന്നില്ലെങ്കിൽ മകനെ കൊലപ്പെടുത്തും എന്നുമായിരുന്നു ജിമ്മിന്റെ ഭീഷണി. തന്റെ മകൻ അപകടത്തിലാണ് എന്നറിഞ്ഞതും ലിന്നാകെ തകർന്നുപോയി. ട്രാവിസിന് ലിന്നിന്റെ വിഷമം മനസ്സിലാകുമായിരുന്നു. അവളുടെ മകനെ രക്ഷപ്പെടുത്താൻ താൻ സഹായിക്കാം എന്ന് ട്രാവിസ് അവൾക്ക് ഉറപ്പുകൊടുത്തു. അന്ന് സന്ധ്യയോടെ ട്രാവിസും ലിന്നും ചേർന്നിട്ട് ക്രിസ്റ്റഫറെ രക്ഷപ്പെടുത്താൻ ഒരു പദ്ധതിയുണ്ടാക്കി. അവിടെ നിന്നും ട്രാവിസ് തന്റെ വീട്ടിലേക്കെത്തി. തന്റെ രഹസ്യ സങ്കേതത്തിൽ നിന്നും ആവശ്യമായ വെപ്പൺസും മറ്റും അവൻ കളക്ട് ചെയ്തു. അവിടെ നിന്നും അടുത്തുള്ള ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ എമാലെ എന്ന വ്യക്തിയെ കാണുവാൻ ട്രാവിസും ലിന്നും കൂടി പോയി. അമാലയ്ക്കടുത്ത് റെഡ് മൗണ്ടെയിൻ ചെയ്ത ക്രൂരമായ പ്രശ്നങ്ങളെപ്പറ്റിയും ആൾക്കൂട്ട കൊലയെപ്പറ്റിയും കറുത്തവർഗക്കാരെ ഉപയോഗിച്ച് നടത്തിയ എക്സ്പെരിമെന്റ്സിനെ പറ്റിയുമൊക്കെയും അവർ വിശദീകരിച്ചു. ഒക്കെ കേട്ട അമാലെ അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാം എന്ന് സമ്മതിക്കുകയാണ്. പിറ്റേന്ന് വിലപേശൽ നടന്ന പോലെ റെഡ് മൗണ്ടെയിന്റെ ആളുകൾ ക്രിസ്റ്റഫറുമായി ആഫ്രിക്കയിലെ സ്വകാര്യ എയർപോർട്ടിൽ വന്നിറങ്ങിയിരുന്നു. ക്രിസ്റ്റഫറിനെയും കൂട്ടി വാഹന വ്യൂഹത്തിൽ അവർ സഞ്ചരിച്ചു വരാൻ ആരംഭിച്ചു. സാക്ക് എന്ന റെഡ് മൗണ്ടെയിൻ ലീഡറായിരുന്നു അതിനൊക്കെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അവരുടെ വാഹന വ്യൂഹം ഏതുവഴി വരുമെന്നും മറ്റും ട്രാവിസിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അത്തരത്തിൽ ഗ്രാമത്തിനുള്ളിൽ വെച്ച് വിലപേശൽ നടത്തുവാൻ ട്രാവിസ് തീരുമാനിക്കുകയാണ്. വൈകാതെ പറഞ്ഞയിടത്തേക്ക് സാക്ക് കുട്ടിയും തന്റെ ആളുകളും അടങ്ങുന്ന വാഹന വ്യൂഹവുമായിട്ടെത്തി. ക്രിസ്റ്റഫറും ലിന്നും അവിടെ ഉണ്ടായിരുന്നു. കുട്ടിയെ വിട്ടുതരാൻ ആവശ്യപ്പെട്ടു. മെമ്മറി കാർഡ് കൊടുത്താലേ കുട്ടിയെ തരൂ എന്നായിരുന്നു സാക്കിന്റെ വാദം. ഇതേ സമയം അവിടെ അമാലയും ആളുകളും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റഫറെ മോചിപ്പിക്കാൻ $3 ലക്ഷം ട്രാവിസ് സാക്കിന് ഓഫർ ചെയ്തെങ്കിലും സാക്ക് അതിനൊന്നും വഴങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഏറ്റുമുട്ടൽ തന്നെ സംഭവിക്കുകയാണ്. ട്രാവിസ് ആ സമയം വല്ലാതെ അവശനിലയിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് ട്രാവിസിനെ ആക്രമിക്കാനോ ഒന്നും ചെയ്യാനോ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അമാലയും ആളുകളും സാക്കിന്റെ ആളുകളോട് ഏറ്റുമുട്ടി. കൂട്ടത്തിൽ റെഡ് മൗണ്ടെയിന്റെ ഒരു വാഹനം മുമ്പോട്ട് പോവാൻ ആരംഭിച്ചു. തന്റെ മകൻ അതിലാണുണ്ടാവുക എന്നായിരുന്നു ലിൻ കരുതിയത്. പൊടുന്നനെയായിരുന്നു മിസൈൽ ഉപയോഗിച്ച് അമാലയുടെ ഒരാൾ അവിടുത്തെ ലോക്കൽ റെസിഡന്റ് ആ കാർ തകർത്തത്. കാർ തകർന്നപ്പോൾ തന്റെ മകനും കൊല്ലപ്പെട്ടിരിക്കുമോ എന്നോർത്ത് ലിൻ അലറിക്കരഞ്ഞു. ട്രാവിസ് അപ്പോഴേക്കും പെട്ടെന്ന് റീകവറായിരുന്നു. തകർക്കപ്പെട്ട കാറിൽ കുട്ടിയില്ലെന്നുറപ്പിച്ച ട്രാവിസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന മറ്റൊരു കാർ ചേസ് ചെയ്തു. ആ കാറ് ചെറിയ അപകടത്തിൽപ്പെടുത്തി. ട്രാവിസും ലിന്നും ചേർന്ന് ക്രിസ്റ്റഫറെ സുരക്ഷിതമായി മോചിപ്പിക്കുകയാണ്. ക്രിസ്റ്റഫർ മോചിതനായി ലിന്നിന്റെ അടുത്തെത്തുന്നതും അവരുടെ സന്തോഷവും കണ്ട് ട്രാവിസ് വലിയ രീതിയിൽ ആശ്വസിക്കുന്നുണ്ട്. തന്റെ ഭാര്യയെയും മകളെയും പറ്റിയുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ട്രാവിസിന് ജീവിക്കാൻ അവശേഷിക്കുന്നത് അപ്പോഴേക്കും 36 മിനിറ്റുകൾ മാത്രമായി മാറിയിരുന്നു. ലെനിനടുത്തെത്തി ട്രാവിസ് മെമ്മറി കാർഡിലെ വിവരങ്ങൾ അതോറിറ്റികൾക്ക് പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാൻ പറയുകയും അതുവരേക്കും റെഡ് മൗണ്ടെയിനെ താൻ തടഞ്ഞു നിർത്തിക്കോളാം എന്ന് കൂട്ടിച്ചേർത്ത് ലെനിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് റെഡ് മൗണ്ടെയിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ട്രാവിസ് നേരത്തെ പിടികൂടിയിരുന്ന സാക്കിന്റെ ഒപ്പമുണ്ടായിരുന്ന റെഡ് മൗണ്ടെയിന്റെ ഒരാളെ ബന്ദിയാക്കി പോവാൻ ആരംഭിച്ചു. റെഡ് മൗണ്ടെയിന്റെ അവിടുത്തെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ട്രാവിസ് വന്നെത്തുന്നത് വെസ്ലറും ജിമ്മും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവരെ തടയുവാൻ ഏജന്റുകളെ അടക്കം വെസ്ലർ നിയോഗിച്ചു. ട്രാവിസിനെ കോണ്ടാക്ട് ചെയ്ത വെസ്ലർ ട്രാവിസ് റെഡ് മൗണ്ടെയിനെതിരെ തിരിഞ്ഞ് കാര്യങ്ങൾ വഷളാക്കാൻ നോക്കുകയാണെങ്കിൽ ട്രാവിസിന്റെ അമ്മായപ്പൻ ഫ്രാങ്കിനെ വരെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി. മറുവശത്ത് ഫ്രാങ്ക് ആകട്ടെ തന്നെ ആക്രമിക്കാൻ വന്ന റെഡ് മൗണ്ടെയിന്റെ ആളുകളെ എതിരിട്ട് കൊലപ്പെടുത്തിയിരുന്നു. ട്രാവിസ് ഫ്രാങ്കിനെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഫ്രാങ്ക് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതോടെ നിലത്തെറ്റിയ ട്രാവിസ് റെഡ് മൗണ്ടെയിന്റെ ആസ്ഥാനത്തേക്ക് താൻ വന്ന വാഹനം ഇടിച്ചു കയറ്റി അത് വെച്ചൊരു സ്ഫോടനം തീർത്തു. മറുവശത്ത് ബിൽഡിംഗിന്റെ സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ അതിജീവിച്ച് ട്രാവിസ് അകത്ത് കടന്നിരുന്നു. വെസ്ലർ തയ്യാറാക്കിയ ഏജന്റുമാർ സോൾജിയേഴ്സ് ട്രാവിസിനെ ആക്രമിക്കാനെത്തി. പിന്നെ അവിടെ നടന്നത് വളരെ വലിയൊരു ഏറ്റുമുട്ടലായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ വെസ്ലർ തനിക്ക് രക്ഷപ്പെട്ടു പോവാൻ ഒരു ഹെലികോപ്റ്റർ വരാൻ ആവശ്യപ്പെട്ടു. പിന്നാലെ ട്രാവിസിനെയും ലിന്നിനെയും മകനെയും കൊന്നുതള്ളിയേക്കാൻ ഉത്തരവും കൊടുത്തു. അപ്പോഴും
എങ്കിലും ട്രാവിസ് വെസ്ലറിന്റെ ആളുകളെ കൊല്ലുന്നത് തുടരുകയായിരുന്നു. ഒടുവിൽ ഏറെ പരിക്കേറ്റ ട്രാവിസ് വെസ്ലറിന്റെ മുറിയിലേക്ക് കടക്കാൻ തുടങ്ങുകയാണ്. ആ സമയം തന്റെ മകന്റെ ഹാലുസിനേഷൻ ട്രാവിസിന്റെ മുമ്പിലെത്തി. ഹെലികോപ്റ്റർ വരുന്നതിന്റെ തൊട്ടുമുമ്പ് ട്രാവിസ് വെസ്ലറിന്റെ മുറിയിലേക്ക് കടന്നു കയറി. ജിമ്മും അവിടെ ഉണ്ടായിരുന്നു. വെസ്ലറിനും ജിമ്മിനും നേരെ ട്രാവിസ് തോക്കു ചൂണ്ടി. അവിടെ വെച്ചൊരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. താൻ കൊല്ലപ്പെടും എന്ന് പേടിച്ച വെസ്ലർ ജിമ്മിനെ കൊല്ലുവാൻ വേണ്ടി ട്രാവിസിനോട് ഒരു കാര്യം പറഞ്ഞു. ട്രാവിസിന്റെ ഭാര്യയെയും മകനെയും കൊലപ്പെടുത്തിയത് ജിം ആണെന്നും ട്രാവിസ് റെഡ് മൗണ്ടെയിൻ വിട്ടുപോവാതിരിക്കുവാൻ താൻ ഓർഡർ ചെയ്തതിന്റെ പേരിലാണ് ജിം അത് നടത്തിയത് എന്നുമായിരുന്നു വെസ്ലർ പറഞ്ഞത്. ദേഷ്യം വന്ന് ജിമ്മിനെ ട്രാവിസ് ആദ്യം വെടിവെച്ചു കൊല്ലും എന്നായിരുന്നു വെസ്ലർ ചിന്തിച്ചതെങ്കിലും ട്രാവിസ് വെസ്ലറിന്റെ ഷോൾഡറിൽ വെടിയുതിർത്തു. അപ്പോഴേക്കും 3 മിനിറ്റ് മാത്രമേ ട്രാവിസിന് അവശേഷിച്ചിരുന്നുള്ളൂ. അവശതയിൽ ട്രാവിസ് താഴെ വീണു. അവസാന നിമിഷത്തിൽ തന്റെ ജീവൻ രക്ഷിക്കാൻ തന്നെ ചതിച്ച വെസ്ലറോട് ജിമ്മിന് ദേഷ്യമുണ്ടായിരുന്നു. ലിന്നിനെയും മകനെയും കൊല്ലാൻ വെസ്ലർ ഉത്തരവിട്ട മിഷൻ ജിം ക്യാൻസൽ ചെയ്തു. ട്രാവിസിന്റെ അടുത്തെത്തി ട്രാവിസിനെ ഒന്ന് നോക്കി. പിന്നെ മടിക്കാതെ തോക്കെടുത്ത് വെസ്ലറെ കൊല്ലുവാൻ വെസ്ലറുടെ നേരെയെത്തി. അപ്പോഴേക്കും പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ജിമ്മിനോട് തോക്ക് താഴെയിടാൻ വന്നെത്തിയ പോലീസുകാർ പറഞ്ഞു. പക്ഷേ ജിം അതിനൊരുക്കമായിരുന്നില്ല. വെസ്ലറെ ജിം വെടിവെച്ചു കൊന്നു. പിന്നാലെ ജിമ്മിനെ പോലീസുകാരും. ട്രാവിസ് അപ്പോഴേക്കും സമയം അവസാനിച്ച് കണ്ണടച്ചിരുന്നു. ട്രാവിസിന്റെ മുമ്പിലേക്ക് തന്റെ ഭാര്യയുടെയും മകന്റെയും ഹാലൂസിനേഷനുകൾ എത്താൻ ആരംഭിച്ചു. പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ഡോക്ടർ എല്ലന്റെ ലാബായിരുന്നു അത്. ട്രാവിസ് രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ? മുമ്പ് കൊല്ലാതെ വിട്ടതിന് ഡോക്ടർ ട്രാവിസിനെ സഹായിച്ചതായിരിക്കുമോ? ചോദ്യങ്ങൾ ബാക്കി നിർത്തി ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.